ഏഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. തിരുവചനം എന്ന ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ തോമസ് ഡാനിയൽ, മാറ്റാമ്പുറം, തൃശൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ദൈവത്തിരുനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാരോട് ഓർപ്പിച്ച വളരെ പ്രാധാന്യതയോടെ അവർ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ ഓർപ്പിക്കാനായിട്ട് ഇടയായി തീർന്നത്. അവരെല്ലാവരും ഐക്യതയുള്ളവരായിരിക്കണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹത്തിനും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും എതിരായി ആ ദൈവജനത്തിൻ്റെ ഇടയിലുണ്ടായ ഭിന്നത എന്ന വിഷയത്തെ സംബന്ധിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ അവരെ ഓർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്നു തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ എല്ലാവരും തമ്മിൽ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നുവെന്നാണ് ഓർപ്പിക്കാനിടയായിത്തീർന്നത്. എല്ലാ കാലഘട്ടത്തിലുമുള്ള ദൈവജനത്തോടുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം അതുതന്നെയാണ്. നാം വിശ്വാസത്തിലും സ്നേഹത്തിലും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലും നാം യോജിച്ചിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരു മരത്തിൻ്റെ ഇലകൾ അത് തമ്മിൽ യോജിച്ചിരിക്കുന്നത് പോലെ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ ക്രിസ്തുവിൽ യോജിച്ചിരിക്കുവാൻ ആവശ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വലിയ ആഗ്രഹമാണ് വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ഐക്യതയിൽ മുൻപോട്ട് പോകണം എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലൻ മാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് പറഞ്ഞ വാക്കുകളെ പരിശോധിച്ചാൽ, തൻ്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ തികഞ്ഞ ഐക്യത്തിനു വേണ്ടിയാണ് കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാ കാലത്തുമുള്ള ദൈവമക്കൾ ഐക്യതയിൽ ജീവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എന്നാൽ ഭിന്നത വരുത്തുന്ന ദോഷവശങ്ങൾ എന്തെല്ലാമാണ്, ഭിന്നത കൊണ്ട് നമുക്ക് വരുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയാൻ ആവശ്യമുണ്ട്. ഒന്ന്, ഭിന്നത ദൈവ സ്വഭാവത്തിനെതിരാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഐക്യതയുള്ളവരാണെങ്കിൽ ദൈവ സ്വഭാവമാണ് നാം വെളിപ്പെടുത്തുന്നത്. നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ അനേകം വാക്കുകളുണ്ട്. ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. മാത്രമല്ല കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. പിതാവ് എന്താണ് പുത്രനെക്കുറിച്ച് പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നാം വായിച്ചതുപോലെ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണ്ടതിന് എന്ന് കർത്താവ് പ്രാർത്ഥിക്കാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ ഭിന്നത ദൈവ സ്വഭാവത്തിനെതിരാണ്. 2, ഭിന്നത നമ്മുടെ ആത്മീക പക്വതയില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. നാം ക്രിസ്തുവിൽ വളരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൽ നാം വളർന്ന് ആത്മീക പക്വതയിലേക്ക് എത്തുവാൻ ആവശ്യമുണ്ട്. രക്ഷയ്ക്കായി നാം വളരണം. നമ്മെ വളരുമാറാക്കുന്നത് ദൈവമാണ്. ആത്മീകമായ പക്വതയിലും ക്രിസ്തുവിൻ്റെ കൃപയിലും പരിജ്ഞാനത്തിലും നാം വളരണം. ഇങ്ങനെയുള്ള തിരുവെഴുത്തുകളിലൂടെ ദൈവത്തിൻ്റെ ആഗ്രഹത്തെ സംബന്ധിച്ച് ദൈവവചനം ധാരാളം കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നാൽ കൊരിന്ത്യ സഭ ആത്മീകമായി വളരാൻ അവർ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന പോലെ അത്രേ നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാലങ്ങൾ പലത് കഴിഞ്ഞു രക്ഷിക്കപ്പെട്ടിട്ട്, പക്ഷേ ആത്മീകമായി വളരാൻ കഴിയാത്ത സ്ഥിതിയിൽ ഇന്നും ശൈശവത്വത്തിലായിരിക്കുന്ന ഒരു ദൈവസഭയായി കൊരിന്ത്യ സഭ തീർന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവത്തെക്കുറിച്ചുള്ള
പരിജ്ഞാനത്തിൽ പോരാ, ക്രിസ്തു എന്ന തലയോളം വളരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മൂന്നാമത്തെ കാര്യം, ഭിന്നത വരുത്തുന്ന ദോഷവശം എന്ന് പറയുന്നത് ദൈവം നൽകിയ ശുശ്രൂഷകളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. സഭയെക്കുറിച്ചും ദൈവിക ശുശ്രൂഷകളെക്കുറിച്ചും നാം യഥാർത്ഥത്തിൽ അറിവുള്ളവരാകണം. സഭ ആരുടേതാണ്? സഭ എന്താണ്? നാം തിരുവഴുത്തിൽ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പോൾ സഭ ദൈവത്തിൻ്റെതാണ്, കർത്താവിൻ്റെ സഭയാണ്. മാത്രമല്ല നാം ദൈവത്തിൽ വായിക്കുന്നു, താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, സ്വന്തം രക്തത്താൽ താൻ വില കൊടുത്ത് സമ്പാദിച്ച സഭ. തിമോഥെയോസിന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് എന്നാണ്. അപ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാണ്. ഈ സഭയിൽ നാം ഐക്യതയിൽ മുന്നേറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യം എന്താണ്? സഭയിലുള്ള ഓരോ സഹോദരങ്ങളും കൂട്ട് സഹോദരങ്ങളാണ്, അവർ കർത്താവിൻ്റെ ശുശ്രൂഷകന്മാരാണ് എന്നുള്ള കാര്യത്തെ നാം മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് നാം വിശ്വാസത്തിലും സ്നേഹത്തിലും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലും തികഞ്ഞ ഐക്യതയിൽ മുന്നേറുവാൻ, ഈ നാളുകളിൽ ഭിന്നത ഒഴിവുള്ളവരായി കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമുക്ക് വളരുവാൻ, മുന്നേറുവാൻ, ആത്മീക പക്വതയിലേക്ക് എത്തുവാൻ, ദൈവിക സ്വഭാവം വെളിപ്പെടുത്തുവാൻ നമുക്കിടയായി തീരട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.